നാരായണം നമസ്കൃത്യ നരം ചൈവ നരോത്തമം ദേവീം സരസ്വതീം വ്യാസം തതോ ജയമുദീരയേ. അർത്ഥശാസ്ത്രമിദം പുണ്യം ധർമ്മശാസ്ത്രമിദം പരം മോക്ഷശാസ്ത്രമിദം പ്രോക്തം വ്യാസേനാമിത ബുദ്ധിനാ. ആ മനസ്സ് നമ്മുടെ നിയന്ത്രണത്തിലാണോ, നമ്മൾ മനസ്സിന്റെ നിയന്ത്രണത്തിലാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ യോഗികൾ ഒഴിച്ച് ബാക്കി എല്ലാവരും മനസ്സിന്റെ നിയന്ത്രണത്തിലാണ്. മനസ്സ് നമ്മളെല്ലാം അതിന്റെ ഇഷ്ടത്തിന് പിടിച്ചു വലിച്ചു കൊണ്ടുപോയി നാം അറിയില്ല. കുറെ കഴിഞ്ഞിട്ടായിരിക്കും ആലോചിക്കുന്നത്, അയ്യോ എന്റെ മനസ്സ് അങ്ങോട്ട് പോയല്ലോ എന്ന്. പിന്നെ തിരിച്ച് ഇങ്ങോട്ട് കൊണ്ടുവരണം. ഇങ്ങോട്ട് കൊണ്ടുവരുന്ന വഴിക്ക് വെച്ച് തന്നെ അതിന് ഈ മനസ്സ് വേറൊരു വഴിക്ക് അങ്ങ് പോകും. ഇതാണ് മനസ്സിന്റെയും ബുദ്ധിയുടെയും നിരന്തരമായ പ്രവർത്തനം. ഉറങ്ങുമ്പോൾ പോലും നമ്മുടെ ഈ സൂക്ഷ്മ ശരീരവും കാരണശരീരം പോലും പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നു. പ്രിയം, മോദം, പ്രമോദം തുടങ്ങിയതായ പ്രവൃത്തികൾ, കർമ്മങ്ങൾ കാരണശരീരത്തിന് പോലുമുണ്ട്. അങ്ങനെ നാം നിരന്തരം കർമ്മം ചെയ്തുകൊണ്ടേയിരിക്കുന്നു. കർമ്മം ചെയ്യാത്ത അവസ്ഥയിൽ എത്തിച്ചേരുക, അകർമ്മത്തിന്റെ അവസ്ഥയിൽ എത്തിച്ചേരുക, അതാണ് പരമലക്ഷ്യം. അത് ബ്രഹ്മസാക്ഷാത്കാരം. അതിന് മുമ്പുള്ള തലങ്ങളിലാണ് ഈ ലോകത്തിലുള്ള സമസ്ത ജീവരാശികളും അധികം പേര്. പരമലക്ഷ്യം മോക്ഷമാണ്, കർമ്മം ചെയ്യാത്ത അകർമാവസ്ഥയിൽ എത്തിച്ചേരലാണ് എന്ന് നമ്മൾ വേദാന്ത ശാസ്ത്രത്തിലൂടെ പഠിക്കുന്നു. അത് പഠിച്ചാലും ഇല്ലെങ്കിലും അത് തന്നെയാണ് പരമമായ ലക്ഷ്യസ്ഥാനം. കാരണം അകർമ്മത്തിൽ നിന്നാണ് പ്രപഞ്ച സൃഷ്ടി ഉണ്ടായത്. അപ്പൊ കർമ്മം തുടങ്ങി. തിരിച്ച് നാം അവിടെ തന്നെ ചെല്ലണം, ആ അകർമാവസ്ഥയിൽ തന്നെ ചെല്ലണം. നാം അംഗീകരിച്ചാലും ഇല്ലെങ്കിലും അവിടെ തന്നെ ചെല്ലണം. അപ്പോ ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാലോ നാം കർമ്മകോലാഹലങ്ങളുടെ നടുവിലാണ്. ഈ കർമ്മത്തെ, ഈ പ്രപഞ്ചത്തിലുള്ള കർമ്മത്തെ നമുക്ക് രണ്ടായി തിരിക്കാം, പ്രവൃത്തി എന്നും നിവൃത്തി എന്നും. ഇതിനെക്കുറിച്ച് വ്യക്തമായ ധാരണയില്ലാത്തവരാണ് ആസുരീ ബുദ്ധികൾ എന്ന് കൃഷ്ണനോട് പറയാണ്. പ്രവൃത്തിം ച നിവൃത്തിം ച ജനാന വിദുരാസുരാഹ. ആസുരീ ബുദ്ധികളായിട്ടുള്ള ആളുകൾ പ്രവൃത്തിയെക്കുറിച്ചും നിവൃത്തിയെക്കുറിച്ചും യാതൊന്നും അറിയുന്നില്ല. അതിനെക്കുറിച്ച് ഒരു ചിന്തയെ അവർക്കില്ല. ആരെങ്കിലും പറഞ്ഞു കൊടുത്താൽ പോലും അവരെ ശ്രദ്ധിക്കില്ല. അഥവാ ആരെങ്കിലും അവരുടെ ഹൃദയത്തിനുള്ളിൽ ഏതെങ്കിലും പ്രകാരത്തില് അതിനെ അങ്ങോട്ട് ഇട്ടുകൊടുത്ത് അതിനവിടെ പ്രതിഷ്ഠിക്കാൻ ശ്രമിച്ചാലും ഇതൊക്കെ അബദ്ധമാണ്, ഇതൊക്കെ ആർക്ക് വേണം എന്ന് ചോദിച്ചിട്ട് അവർ പുതിയ വാദങ്ങളുമായിട്ട് അവരങ്ങ് നടന്നങ്ങ് വയ്ക്കോളൂ. അതാണ് ആസുരീ ബുദ്ധികള് പ്രവൃത്തിയെയും നിവൃത്തിയെയും കുറിച്ച് അറിയുന്നില്ല. എന്താ നിവൃത്തി? നേരത്തെ പറഞ്ഞല്ലോ, ഈ ഭൂമിയിൽ ജനിച്ചു കഴിഞ്ഞാൽ പിന്നെ ഈ ഭൂമി വിടുന്നത് വരെ നാം നിരന്തരം കർമ്മം ചെയ്തുകൊണ്ടിരിക്കുന്നു. സ്ഥൂല ശരീരം കൊണ്ടും സൂക്ഷ്മ ശരീരം കൊണ്ടും കാരണശരീരം കൊണ്ടും ഒക്കെ കർമ്മം ചെയ്തുകൊണ്ടേയിരിക്കുന്നു. അതിൽ നിന്ന് ഒരു നിമിഷം പോലും മുക്തി നമുക്കില്ല. പക്ഷെ ഈ കർമ്മങ്ങൾ നമ്മെ കർമ്മബന്ധനത്തിലിടുന്നു. അതാണ് ഇതിന്റെ കുഴപ്പം. എന്തുകൊണ്ടെന്നാൽ ഈ കർമ്മങ്ങൾ ഞാൻ ചെയ്യുന്നു എന്നാണല്ലോ നമ്മുടെ ഓരോരുത്തരുടെയും വിചാരം. ഞാൻ എന്നുള്ള വ്യക്തിത്വം നമ്മുടെ ഓരോരുത്തരുടെയും ഉള്ളിലുണ്ട്. ഞാൻ 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 എന്ന് നിരന്തരം നമ്മൾ ഓർത്തുകൊണ്ടിരിക്കുന്നു. ഈ കർമ്മങ്ങളെല്ലാം ചെയ്യുന്നത് ഞാനാണ്. എന്തിനു വേണ്ടിയിട്ടാണ് ഇതൊക്കെ ചെയ്യണേ? എനിക്ക് അതുകൊണ്ട് ഇന്ന പ്രയോജനം വേണം, അത് ഇത്രമാത്രം വേണം, അത് ഇന്ന സമയത്ത് വേണം. ഇങ്ങനെയൊക്കെയുള്ള ആഗ്രഹങ്ങൾ വെച്ചുകൊണ്ടാണ് നമ്മൾ നിരന്തരമായി കർമ്മം ചെയ്യുന്നത്. അങ്ങനെ ഞാൻ കർമ്മം ചെയ്യുന്നു, അതിന്റെ പ്രയോജനം എനിക്ക് വേണം എന്ന വിചാരത്തോടുകൂടിയേ നമ്മെ പോലുള്ള ആളുകൾക്ക് സാധാരണയായിട്ട് കർമ്മം ചെയ്യാൻ പറ്റൂ. അതിനപ്പുറത്തേക്ക് ഒരാൾ കടന്നിട്ടുണ്ടെങ്കിൽ ആ ആള് യോഗിയാണ്. അവര് അനേക ലക്ഷങ്ങളിൽ ഒരാളാണ്.
ബാക്കിയുള്ളവരെല്ലാം കർമ്മഫലം, പല പ്രകാരത്തിലുള്ള ഫലം, നല്ല ഫലങ്ങൾ ഇച്ഛിച്ചുകൊണ്ട് ചെയ്യുന്നവര്, ചീത്ത ഫലങ്ങൾ ഇച്ഛിച്ചുകൊണ്ട് ചെയ്യുന്നവരൊക്കെ ഉണ്ട്. മറ്റുള്ളവർക്ക് ഉപദ്രവം സംഭവിക്കണം എന്ന് ആഗ്രഹിച്ചുകൊണ്ട് കർമ്മം ചെയ്യുന്ന ആളുകൾ, ചീത്ത ഫലങ്ങൾ ഉദ്ദേശിച്ചുകൊണ്ട് കർമ്മം ചെയ്യുന്നവരുണ്ട്. മറ്റുള്ളവർക്ക് നന്മയുണ്ടാകണം എന്ന് ചിന്തിച്ചുകൊണ്ട് കർമ്മം ചെയ്യുന്ന ആളുകൾ അവരുമുണ്ട്. നന്മയുടെ പക്ഷം നിൽക്കുന്ന ആളുകൾ, ഇങ്ങനെ പലതരത്തിലുള്ള ആളുകളുണ്ട്. അപ്പോ ഈ കർമ്മങ്ങൾ ഞാൻ ചെയ്യുന്നു എന്നുള്ള വിചാരത്തോടുകൂടി ചെയ്യപ്പെടുന്നതാകൊണ്ട് അവ എന്ത് ചെയ്യുന്നു വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ കാരണശരീരത്തിൽ അത് ഒരു അടയാളം ഇട്ടു പോകുന്നു. വീണ്ടും ആ കർമ്മം നമ്മൾ ആവർത്തിക്കുമ്പോൾ വീണ്ടും ആ ആദ്യത്തെ അടയാളത്തിന്റെ പുറത്ത് ഈ രണ്ടാമത് അടയാളവും ഇടും. എന്തുകൊണ്ടെന്നാൽ ഞാനാണ് ചെയ്യുന്നത്, ഇന്ന പ്രയോജനം വേണം, നല്ല പ്രയോജനമാകട്ടെ ചീത്ത പ്രയോജനമാകട്ടെ, ഇന്ന പ്രയോജനം വേണം. അപ്പോൾ അത് ഒരു അടയാളമുണ്ട്. നല്ല കർമ്മമാണെങ്കിൽ നല്ല അടയാളം, ചീത്ത കർമ്മമാണെങ്കിൽ ചീത്തയായ അടയാളം, അങ്ങനെ ഒരു അടയാളമുണ്ട്. ഇതിങ്ങനെ നിരന്തരം ആവർത്തിക്കുമ്പോ ആ അടയാളം അങ്ങ് ബലവത്താകും. അപ്പോ അത് വാസനയായി, അത് നമ്മെ കയറി ഭരിക്കാൻ തുടങ്ങും. നമ്മുടെ ഉള്ളിൽ വാസനകളെ, വിവിധങ്ങളായ വാസനകളെ, നല്ല വാസനകളെ ചീത്ത വാസനകളെ സൃഷ്ടിക്കുന്നത് നമ്മളാണ്. അങ്ങനെ വാസനകളെ സൃഷ്ടിച്ചു കഴിഞ്ഞാൽ അത് നമ്മെ കയറി അങ്ങോട്ട് ഭരിക്കാൻ തുടങ്ങും. നമ്മൾ അതിനടിമയായി പോകും. അങ്ങനെ നാം തന്നെ സൃഷ്ടിച്ച വാസനകൾക്ക് നാം അടിമയായി തീരുന്നു. അങ്ങനെ വരുമ്പോൾ പിന്നെ ആ വാസന പറയുന്നത് നമുക്കനുസരിച്ചേ പറ്റൂ. നല്ല വാസനയാണെങ്കിൽ നല്ല കാര്യം നമുക്ക് ചെയ്തേ പറ്റൂ, അനുസരിച്ചേ പറ്റൂ. ചീത്ത വാസനയാണെങ്കിൽ ചീത്ത കാര്യം ചെയ്തേ പറ്റൂ. അധികം പേരും ഏറിയ പങ്കും ചീത്ത വാസനകളെയാണ് ഉളവാക്കി വെക്കുന്നത്. എന്താ? രാജസവും താമസവുമായിട്ടുള്ള കാമക്രോധാദികളിൽ പെട്ടിട്ടാണ് കർമ്മം ചെയ്യുന്നത്. ഞാൻ ചെയ്യുന്നു, ഇന്ന ഫലം വേണം എന്നുള്ളതായ ചിന്തയോടുകൂടി രാജസ താമസ ഭാവങ്ങളിലാണ് ആ കർമ്മം ചെയ്യുന്നത്. ദമ്പവും ദർപ്പവും അഭിമാനവും ക്രോധവും പാരുഷ്യവും ഒക്കെ ഇടകലർന്നിട്ടാണ് ചെയ്യുന്നത്. ദുര്യോധനെ പോലെ. എന്താ? പാണ്ഡവന്മാരുടെ സമ്പത്ത് മുഴുവൻ പിടിച്ചെടുക്കണം. പാണ്ഡവന്മാർ എങ്ങനെ ഈ പ്രകാരത്തിൽ ബഹുമാന്യരായി തീർന്നു? അവരുടെ സത്പ്രവൃത്തികൾ കൊണ്ട്. അത് ശകുനി കൃത്യമായി പറഞ്ഞും കൊടുത്തു. പക്ഷെ അത് തലയിൽ കയറുന്നില്ല. എന്ത് സത്പ്രവൃത്തി? പാണ്ഡവന്മാരുടെ കയ്യിൽ വന്നിരിക്കുന്നതായി ഈ സമ്പത്തിനെ ഞാൻ വലിയൊരു സൈന്യവുമായിട്ട് ചെന്ന് ആക്രമിച്ച് പാണ്ഡവന്മാരെ ഓടിച്ച് പിടിച്ചെടുത്തു കഴിഞ്ഞാൽ അത് എന്റേതായി തീരുമല്ലോ. ഏറ്റവും എളുപ്പത്തിൽ ആർക്കും ചിന്തിക്കാവുന്ന, പറയാവുന്ന ലൗകിക ബുദ്ധിയാണ്. പക്ഷേ ആ ബുദ്ധി പ്രവർത്തിപ്പിച്ചു തുടങ്ങുമ്പോൾ കാര്യങ്ങളെല്ലാം വഷളാവും. ചിലപ്പോൾ അത് നടന്നു എന്ന് വരും, ചിലപ്പോൾ നടന്നില്ല എന്ന് വരും. ചിലപ്പോൾ ആദ്യം നടക്കും, കുറച്ച് നാള് കഴിയുമ്പോഴേക്കും അത് തിരിച്ചടിയുണ്ടാക്കും. ഇങ്ങനെയൊക്കെ പല പ്രശ്നങ്ങളുളവാക്കും. ലോകചരിത്രം മുഴുവൻ അത്തരം അടികളുടെയും തിരിച്ചടികളുടെയും കോലാഹലങ്ങളാണ്. മുഴുവൻ ചരിത്രവും അതാണ്. മറ്റുള്ളവരെ ആക്രമിക്കാൻ പുറപ്പെട്ടതും കീഴടക്കിയതും നശിപ്പിച്ചതും തുടർന്ന് അവരെ ശക്തി സംഭരിച്ച് തിരിച്ചടിച്ചതും തിരിച്ചു തകർത്തതും, ഇങ്ങനെ ഒരു പരമ്പരയാണ് അവിടെ നടക്കുന്നത്. അപ്പോ ഇങ്ങനെ നിരന്തരം കർമ്മങ്ങൾ ചെയ്ത് കർമ്മകോലാഹലങ്ങൾ അനുഭവിച്ച് ഒക്കെ വരുമ്പോ ചില ആളുകൾക്ക് ഈ കർമ്മകോലാഹലങ്ങൾ കൊണ്ട് തനിക്ക് ശാന്തി ഉണ്ടാവില്ല, ലോകത്തിന് ശാന്തി ഉണ്ടാവില്ല എന്ന തിരിച്ചറിവുണ്ടാകും. തനിക്കും ലോകത്തിനും ശാന്തി ഉണ്ടാകാൻ, സമാധാനമുണ്ടാകാൻ, ആനന്ദമുണ്ടാകാൻ, ജ്ഞാനമുണ്ടാകാൻ എന്താ വേണ്ടത്? അതിനുള്ള മാർഗം ചിന്തിച്ചു തുടങ്ങും. അപ്പോൾ മഹാഗുരുക്കന്മാരുടെ വാക്കുകൾ അവരുടെ ഹൃദയത്തിൽ തെളിഞ്ഞു വരും. മഹാഗ്രന്ഥങ്ങളുടെ ഉപദേശങ്ങൾ അവരുടെ ഹൃദയത്തിൽ തെളിഞ്ഞു വരും. ശ്രീരാമചന്ദ്രനെയും ശ്രീകൃഷ്ണനെയും പോലെയുള്ള, ഗൗതമ ബുദ്ധനെയും പോലുള്ള ഋഷിവര്യന്മാരുടെ ജീവിതം അവരുടെ കൺമുന്നിൽ തെളിഞ്ഞു വരും. അവര് അതിനനുസരിച്ച് ജീവിതം ചിട്ടപ്പെടുത്താൻ തുടങ്ങും. ജീവിതത്തിൽ ധർമ്മത്തിന് പ്രാധാന്യമേകും. അർത്ഥകാമങ്ങളെ തുടക്കത്തിലേ ഉപേക്ഷിക്കാൻ പറ്റൂല. അങ്ങനെ ഉപേക്ഷിക്കണമെന്ന് വേദാന്തശാസ്ത്രം പറയുന്നുമില്ല.
പക്ഷേ നിയന്ത്രണങ്ങൾ വരുന്നു. അധർമ്മത്തിന്റെ വഴിയിലൂടെ അർത്ഥകാമങ്ങൾ നേടുക എന്നുള്ളത് വേണ്ട. ധർമ്മത്തിന്റെ വഴിയിലൂടെ അർത്ഥകാമങ്ങൾ നേടുക എന്നുള്ളതിലേക്ക് വരുന്നു. അത് മോക്ഷത്തിലേക്കുള്ള വഴിയാണ്. അതാണ് നിവൃത്തി മാർഗം, മോക്ഷത്തിലേക്കുള്ളതായ മാർഗം. കർമ്മങ്ങൾ, കർമ്മബന്ധനങ്ങൾ ഉണ്ടാകാതെ തനിക്കും ലോകത്തിനും നന്മയ്ക്കു വേണ്ടിയിട്ട് ആചരിക്കപ്പെടുന്നതായ സമ്പ്രദായം, അത് നിവൃത്തിയുടെ, മോക്ഷത്തിന്റെ, കർമ്മങ്ങളിൽ നിന്ന് സ്വതന്ത്രനായി തീരുന്നതിൻ്റെതായ മാർഗം.